BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമൂട്ടിൽ സിൽക്സ്. സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചയൻസ് ഗോൾഡ്. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. അക്ഷയ കേറ്ററിംഗ്, തൊടുപുഴ. കോലാനി, തൊടുപുഴ. ലെൻസസ് ആൻഡ് ഫ്രെയിംസ്, കാഞ്ഞിരമറ്റം ബൈപ്പാസ് ജംഗ്ഷൻ നിയർ ഇന്ത്യൻ ഹാർഡ്വെയർ, തൊടുപുഴ. നൂതന യന്ത്ര സംവിധാനത്തോടെയുള്ള കണ്ണുപരിശോധന മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മുതലക്കോടം പഴുക്കാകുളം നന്മ സ്വാശ്രയ സംഘത്തിന്റെ ഉദ്ഘാടനം നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് നിർവഹിച്ചു. സംഘപരിവാർ ആവിഷ്കരിച്ച വിദ്യാഭ്യാസ നയം PM ശ്രീ പദ്ധതി നടപ്പിലാക്കുവാനാണ് UDF സർക്കാർ ശ്രമിക്കുന്നതെന്ന് CPI ജില്ലാ സെക്രട്ടറി K സലീംകുമാർ. നന്മ സ്വാശ്രയ സംഘത്തിന്റെ ഉദ്ഘാടനത്തിനെത്തിയ നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് രാഷ്ട്രീയ തർക്കങ്ങളിൽപ്പെട്ട് കിടക്കുന്ന പഴുക്കാകുളം വെൽനസ് സെന്റർ സന്ദർശിച്ചു. വണ്ടിപ്പെരിയാർ പരുന്തുംപാറ റൂട്ടിൽ ആനകുത്തി വളവിന് സമീപത്തെ തേയിലക്കാട്ടിൽ കാട്ടാനകൾ എത്തി. വാർത്തകൾ വിശദമായി. മുതലക്കോടം പഴുക്കാകുളം നന്മ സ്വാശ്രയ സംഘത്തിന്റെ ഉദ്ഘാടനം നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് നിർവഹിച്ചു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേഴ്സി സെബാസ്റ്റ്യൻ പരസ്പര സഹായ നിധി ഉദ്ഘാടനം ചെയ്തു. 12ാം വാർഡ് കൗൺസിലർ മിനി ടോമി ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നിരവധി വ്യക്തികൾ സംസാരിച്ചു. നന്മ സ്വാശ്രയ സംഘത്തിന്റെ ഉദ്ഘാടനം നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA നിർവഹിച്ചു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേഴ്സി സെബാസ്റ്റ്യൻ പരസ്പര സഹായ നിധി ഉദ്ഘാടനം ചെയ്തു. 12ാം വാർഡ് കൗൺസിലർ മിനി ടോമി ലൈബ്രറിയുടെ ഉദ്ഘാടനം നടത്തി. ചടങ്ങിൽ വെച്ച് പഴുക്കാകുളം പ്രദേശത്തുള്ള ആളുകൾ ചേർന്ന് അബു ജോൺ ജോസഫ് MLAക്ക് 2 നിവേദനങ്ങൾ കൈമാറി. രാഷ്ട്രീയ തർക്കങ്ങളിൽ പെട്ടുകിടക്കുന്ന പഴുക്കാകുളം വെൽനസ് സെന്റർ എത്രയും പെട്ടെന്ന് പ്രവർത്തനം തുടങ്ങണം, കാരൂപ്പാറ മന്ത്രിക്കവല റോഡ് ഗതാഗത യോഗ്യമാക്കണം തുടങ്ങിയ 2 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നിവേദനം സമർപ്പിച്ചത്. പ്രശ്നത്തിന് എത്രയും വേഗം നടപടി കാണാമെന്ന് അബു ജോൺ ജോസഫ് MLA ഉറപ്പു നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പഴുക്കാകുളം നന്മ സ്വാശ്രയ സംഘത്തിന്റെ ഉദ്ഘാടനത്തിനെത്തിയ നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് രാഷ്ട്രീയ തർക്കങ്ങളിൽപ്പെട്ട് കിടക്കുന്ന പഴുക്കാകുളം വെൽനസ് സെന്റർ സന്ദർശിച്ചു. വെൽനസ് സെന്ററിന് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകിയതാണ്. എന്നാൽ ചില രാഷ്ട്രീയ തർക്കങ്ങളും ഏതാനും കൗൺസിലർമാരുടെ പിടിവാശിയും മൂലമാണ് പ്രവർത്തനം തുടങ്ങാത്തതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് MLA വെൽനസ് സെന്റർ സന്ദർശിച്ചത്. നന്മ സ്വാശ്രയ സംഘത്തിന്റെ ഉദ്ഘാടനത്തിനെത്തിയ നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ഇതുവരെ പ്രവർത്തനം തുടങ്ങാത്ത വെൽനസ് സെന്റർ സന്ദർശിച്ചു. തൊടുപുഴ മുനിസിപ്പാലിറ്റിയുടെ സ്ഥലത്ത് കഴിഞ്ഞ 65 വർഷമായി പ്രവർത്തിച്ചു വരുന്ന വെൽനസ് സെന്ററിന് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകിയതാണ്. എന്നാൽ ചില രാഷ്ട്രീയ തർക്കങ്ങളും ഏതാനും കൗൺസിലർമാരുടെ പിടിവാശിയും മൂലമാണ് പ്രവർത്തനം തുടങ്ങാത്തതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഇതോടൊപ്പം അനുവാദം ലഭിച്ച വെങ്ങല്ലൂർ കുമ്മങ്കല് മേഖലയിലുള്ള വെൽനസ് സെന്ററുകൾ പ്രവർത്തനം ആരംഭിച്ചെന്നും 2 വർഷമായി നല്ല രീതിയിൽ സേവനം ചെയ്തു വരികയാണെന്നും പ്രദേശവാസികൾ പറയുന്നു. ഈ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് MLA വെൽനസ് സെന്റർ സന്ദർശിച്ചത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സംഘപരിവാർ ആവിഷ്കരിച്ച വിദ്യാഭ്യാസ നയം PM ശ്രീ പദ്ധതി നടപ്പിലാക്കുവാനാണ് UDF സർക്കാർ ശ്രമിക്കുന്നതെന്ന് CPI ജില്ലാ സെക്രട്ടറി K സലീംകുമാർ. PM ശ്രീ പദ്ധതി നടപ്പിലാക്കുവാനുള്ള സംസ്ഥാന സർക്കാർ നീക്കത്തിനെതിരെ CPI സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് മൂന്നാറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യ സമരത്തെയും ദേശീയ നേതാക്കളെയും വിസ്മരിച്ച് ചതുർവർണ്ണ വ്യവസ്ഥയുടെ മഹത്വം പ്രചരിപ്പിക്കുന്ന പാഠ്യപദ്ധതിക്കെതിരെ പൊരുതുമെന്ന് K സലീംകുമാർ പറഞ്ഞു. PM ശ്രീ പദ്ധതി അവസാനിക്കുവാൻ 1 വർഷം മാത്രം അവശേഷിക്കെ കേരളത്തിന്റെ മതേതര പാരമ്പര്യത്തിന് കളങ്കം വരുത്തുന്ന നീക്കത്തിലാണ് UDF എന്നും PM ശ്രീ പദ്ധതി നടപ്പിലാക്കാനുള്ള സംസ്ഥാന സർക്കാർ നീക്കത്തിനെതിരെ CPI സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം കുറ്റപ്പെടുത്തി. T ചന്ദ്രപാൽ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ പരിപാടിയിൽ P മുത്തുപ്പാണ്ടി, T ഗണേശൻ, P കാമരാജ്, G മോഹൻകുമാർ, ശാന്തി മുരുകൻ, ബാലു പളനിവേൽ, കവിത കുമാർ, വിജയ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മൂന്നാർ. വണ്ടിപ്പെരിയാർ പരുന്തുംപാറ റൂട്ടിൽ ആനകുത്തി വളവിന് സമീപത്തെ തേയിലക്കാട്ടിൽ കാട്ടാനകൾ എത്തി. ഇതോടെ പ്രദേശത്തുകൂടി കടന്നുപോകുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി. ദേശീയ ആരോഗ്യ ദൗത്യം ഇടുക്കി ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സിബി ജോർജിന് ഗിരിജ്യോതി സ്കൂളിന്റെ അനുമോദനം. ആരോഗ്യമേഖലയിൽ മികച്ച പ്രവർത്തന പരിചയമുള്ള ഡോക്ടർ സിബി ജോർജ് ഇടുക്കി ജില്ലയുടെ ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ എത്തിയതിലുള്ള സന്തോഷം പങ്കുവയ്ക്കുവാനും സ്കൂളിന്റെയും വിദ്യാർത്ഥികളുടെയും സ്നേഹവും പിന്തുണയും അറിയിക്കുവാനുമാണ് ആദരവ് സംഘടിപ്പിച്ചത്.
ദേശീയ ആരോഗ്യ ദൗത്യം ഇടുക്കി ജില്ലാ പ്രോഗ്രാം മാനേജറായി പുതുതായി ചുമതലയേറ്റ ഡോക്ടർ സിബി ജോർജിനെ ഇടുക്കി വാഴത്തോപ്പ് ഗിരിജ്യോതി CMA പബ്ലിക് സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് അനുമോദിച്ചു. ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തന പരിചയമുള്ള ഡോക്ടർ സിബി ജോർജ് ഇടുക്കി ജില്ലയുടെ ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ എത്തിയതിലുള്ള സന്തോഷം പങ്കുവയ്ക്കാനും സ്കൂളിന്റെയും വിദ്യാർത്ഥികളുടെയും സ്നേഹവും പിന്തുണയും അറിയിക്കുവാനുമാണ് ഈ ആദരവ് സംഘടിപ്പിച്ചത്. സ്കൂളിലെ PTA പ്രസിഡന്റ് കൂടിയാണ് ഡോക്ടർ സിബി ജോർജ്. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ബിഖിൽ CMAയുടെ നേതൃത്വത്തിൽ അധ്യാപകർക്കൊപ്പം ഓഫീസിലും സ്കൂൾ അസംബ്ലി ഹാളിലും അനുമോദനം സംഘടിപ്പിച്ചു. സ്കൂളിലെ കുട്ടികളുമായി അദ്ദേഹം അല്പസമയം ചെലവഴിക്കുകയും പുതിയ തലമുറയുടെ ആരോഗ്യശീലങ്ങളെക്കുറിച്ചും ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സംസാരിക്കുകയും ചെയ്തു. അദ്ദേഹം നമ്മുടെ ഇടുക്കി ജില്ലയിലെ ദൂരദർശന്റെ റിപ്പോർട്ടറാണ്. മാധ്യമരംഗത്ത് ഒരുപാട് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ആളാണ്. സാഹിത്യകാരനാണ്. ആന്റണി മുനിയറ എന്നാണ് പേര്. എൻ്റെ ദീർഘകാലമായിട്ടുള്ള സുഹൃത്തു കൂടിയാണ്. അതുപോലെ നമ്മുടെ ടീച്ചേഴ്സ് വന്നിട്ടുണ്ട്, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ. അച്ഛൻ പറഞ്ഞു കഴിഞ്ഞു. DPM എന്നാണ് ഈ പോസ്റ്റിൻ്റെ പേര്. നാഷണൽ ഹെൽത്ത് മിഷൻ, ദേശീയ ആരോഗ്യ ദൗത്യം, ആരോഗ്യ കേരളം എന്നൊക്കെ നമ്മളിങ്ങനെ TV വെക്കുമ്പോൾ കാണാറുണ്ട്. അപ്പം അതിൽ പറയുന്നത് ജില്ലയുടെ ചുമതലയാണ് ഈ DPM, ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ, ജില്ലാ പ്രോഗ്രാം മാനേജർ എന്ന പോസ്റ്റുള്ളത്. നമുക്ക് ആരോഗ്യരംഗത്തെ ഒട്ടേറെ പ്രൊജക്റ്റുകളുടെ, പ്രത്യേകിച്ച് കേന്ദ്രാധിഷ്ഠിത പദ്ധതികളുടെ, സെൻട്രൽ ഗവൺമെൻറ് അവതരിപ്പിക്കുന്ന പദ്ധതികളുടെ ജില്ലയിലെ നടത്തിപ്പും ഏകോപനവും ഗവൺമെൻറ്റിലേക്ക്, നമ്മുടെ കേരള ഗവൺമെൻറ്, നമ്മുടെ ബഹുമാനപ്പെട്ട ഹെൽത്ത് മിനിസ്റ്റർ ശ്രീ K. മുരളീധരൻ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന ഇങ്ങോട്ട് റിപ്പോർട്ടുകൾ കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്കിതിൽ ഏറ്റെടുത്ത് നടത്താനുള്ളത്. ചടങ്ങിൽ ഗിരിജ്യോതി സ്കൂളിലെ പ്രിൻസിപ്പൽ, അധ്യാപകർ, PTA പ്രതിനിധികൾ, സ്കൂൾ ലീഡർമാർ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്തു. തനിക്ക് നൽകിയ ഹൃദ്യമായ സ്വീകരണത്തിനും സ്നേഹത്തിനും ഡോക്ടർ സിബി ജോർജ് ഗിരിജ്യോതി സ്കൂൾ കുടുംബത്തിന് പ്രത്യേക നന്ദി പറഞ്ഞു. Government, and this is a very much lucky, and also this year again Dr. Sibi is elected as our PTA president, and this time I am also happy and welcome to your school business, and also this is a good position as the school PTA president. This is a good position. Sir also at the same time school also very much thankful to the central government give a good position to Sibi sir. ജില്ലയിലെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള കൗൺസിലിംഗ്, ഹെൽത്ത് ചെക്കപ്പുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ആവശ്യമായ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വാഴത്തോപ്പ്. കരിമണ്ണൂർ സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം രൂപതാ വികാരി ജനറൽ റവറൻഡ് ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. സ്കൂൾ മാനേജർ റവറൻഡ് ഡോക്ടർ ജോസഫ് കൊച്ചുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. കരിമണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്രതിഭകളെ ആദരിച്ചു. +2 പരീക്ഷയിൽ മുഴുവൻ മാർക്കും കരസ്ഥമാക്കിയ ജില്ലയിലെ ഏക വിദ്യാർത്ഥി മെഹറിൻ ഫാത്തിമ, +2 SSLC പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയ 100-ലധികം വിദ്യാർത്ഥികൾ എന്നിവരെയാണ് ആദരിച്ചത്. യോഗം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. ഈ വിദ്യാലയം ഇന്നിപ്പോൾ ജില്ല ഏറ്റവും മികച്ച നേട്ടത്തിലേക്ക് എത്തുമ്പോൾ അതിന് മുന്നിൽ നിന്ന് നയിച്ച സ്കൂൾ ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടിയാണ് കരിമണ്ണൂർ സെന്റ് ജോസഫ്സ്. കാരണം ജില്ലയിലെ ഏറ്റവും മികച്ച റിസൾട്ട്, ഏറ്റവും കൂടുതൽ കുട്ടികൾ A+ മാർക്ക് വാങ്ങിയത് കരിമണ്ണൂരാണ്. അപ്പം ആ ഒരു നേട്ടം എന്ന് പറയുന്നത് ഒട്ടും ചെറുതല്ല. അതിങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ആ ഒരു നേട്ടത്തിലേക്ക് നമ്മൾ എത്തിയതല്ല. അതിന് വളരെയധികം പ്രയത്നം ഉണ്ടായിരുന്നു. അതെല്ലാ വർഷവും നിലനിർത്തി പോരുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ തുടർച്ചയായി വിദ്യാഭ്യാസ രംഗത്ത് കാതലായ മാറ്റങ്ങൾക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കുകയും സാധാരണക്കാരിൽ സാധാരണക്കാരായ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക്, കുട്ടികളെ പരിശീലിപ്പിക്കാൻ പ്രതിബദ്ധതയോടുകൂടി മുൻപോട്ട് വരികയും ചെയ്ത മാനേജ്മെന്റ്, എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റ്, പ്രത്യേകിച്ചും മലയോര മേഖലയിൽ വിദ്യാഭ്യാസ വിപ്ലവം തീർത്തത് കോതമംഗലം രൂപതാ മാനേജ്മെന്റാണ്. അപ്പം ആ മാനേജ്മെന്റിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഇടുക്കി ജില്ലയുടെ സിംഹഭാവം വരുന്ന മുഴുവൻ മേഖലകളിലും വിദ്യാലയങ്ങൾ തുടങ്ങി അവിടെയെല്ലാം മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ഏതൊരാൾക്കും യാതൊരു തിരിച്ചു വ്യത്യാസവുമില്ലാതെ പകർന്നു നൽകുന്നതിന് വേണ്ടി കഴിഞ്ഞ പതിറ്റാണ്ടുകളുടെ പരിശ്രമമാണ് നടത്തിയത്. കോതമംഗലം രൂപതാ വികാരി ജനറൽ റവറൻഡ് ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. സ്കൂൾ മാനേജർ റവറൻഡ് ഡോക്ടർ ജോസഫ് കൊച്ചുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസ് ജോൺ പ്രതിഭകളെ ആദരിച്ച് സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം മനോജ് കോക്കാട്ട്, മുൻ ഹെഡ് മാസ്റ്റർ സജി മാത്യു, ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജൻ കുഴിക്കാട്ടുമ്യാലിൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ എബിൻ കുഞ്ചിറക്കാട്ട്,
സ്റ്റാഫ് പ്രതിനിധി സെബിൻ കെ എഫ്രേം, PTA പ്രസിഡന്റ് ജോസൻ ജോൺ, MBTA പ്രസിഡന്റ് ജോസ്മി സോജൻ എന്നിവർ ആശംസകൾ നേർന്നു. നമ്മുടെ എല്ലാം പിന്നിൽ എത്ര കഴിവുകളുണ്ടെങ്കിലും തണൽ ആവശ്യമാണ്. തണലില്ലെങ്കിൽ നമുക്ക് വളരുവാൻ കഴിയില്ല, ഏകാഗിയായി വളരുവാൻ കഴിയില്ല. സമൂഹമാണ് നമ്മളെ വളർത്തുന്നത്. ആ സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ് നാം ഓരോരുത്തരും. അതിൻ്റെ അർത്ഥവ്യാപ്തിയെ മനസ്സിൽ വ്യാപരിപ്പിക്കുവാൻ നിങ്ങളേവരും തയ്യാറാകണം എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിൻസിപ്പൽ ബിസോയ് ജോർജ് സ്വാഗതവും ഹെഡ് മാസ്റ്റർ ബിജോയ് മാത്യു നന്ദിയും പറഞ്ഞു. മെഹ്റിൻ ഫാത്തിമ സ്കൂളിന്റെ മധുര സ്മരണകൾ പങ്കുവച്ചു. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. മാംസവില വർദ്ധിപ്പിച്ചത് പിൻവലിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മാംസവ്യാപാരികൾ മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഗൂഢാലോചനയോടെ പഞ്ചായത്ത് നടത്തി വന്നിരുന്ന ലേലം അട്ടിമറിക്കുവാൻ ശ്രമിച്ചെന്ന് അവർ ആരോപിച്ചു. പിന്നീട് കൃത്രിമക്ഷാമം സൃഷ്ടിച്ച് യാതൊരു മാനദണ്ഡവും പാലിക്കാതെ വില കൂട്ടുകയാണ് ചെയ്തതെന്നും അവർ വ്യക്തമാക്കി. നിയമപരമായി പഞ്ചായത്തുകൾക്ക് ഇതിലൊന്നും ചെയ്യുവാൻ കഴിയാത്ത സാഹചര്യമാണുള്ളതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ പറഞ്ഞു. ജില്ലാ കളക്ടർക്കാണ് വില നിയന്ത്രിക്കാനുള്ള അധികാരം. പരാതികൾ നൽകിയെങ്കിലും നാളിതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. പൊതുജനങ്ങൾ പല സ്ഥലങ്ങളിലും പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. ഹൈറേഞ്ച് മേഖലയിൽ നടപ്പിലാക്കിയ ഭീമമായ ഇറച്ചിവില വർധനവ് പിൻവലിക്കണമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ആവശ്യപ്പെടുന്നത്. സാധാരണക്കാരായ ആളുകൾ അധിവസിക്കുന്ന ഇരട്ടയാർ, കാമാക്ഷി, വാത്തിക്കുടി മേഖലകളിൽ വില വർദ്ധിപ്പിച്ചതിന് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ആളുകൾക്കിടയിൽ വലിയ പ്രതിഷേധവുമുണ്ട്. വിശേഷ ദിവസങ്ങളിൽ വില വർദ്ധിപ്പിക്കുന്ന ഇറച്ചി വ്യാപാരികൾ സാധാരണക്കാരോട് കടുത്ത അനീതിയാണ് കാണിക്കുന്നത്. വില വർധനവ് ചോദ്യം ചെയ്ത് സമീപിച്ചപ്പോൾ അസോസിയേഷന് ഇതിന് അനുകൂലമായ ഉള്ള ഹൈക്കോടതി വിധി ഉണ്ട് എന്ന് പറഞ്ഞ് പഞ്ചായത്തിനോ മറ്റ് അധികാരികൾക്കോ ഇതിൽ ഇടപെടാൻ സാധിക്കില്ല എന്നാണ് ഇറച്ചി വ്യാപാരികൾ അവകാശപ്പെടുന്നത്. യാതൊരു നിയന്ത്രണവും ഇല്ലാതെ അസോസിയേഷന്റെ തോന്നിവാസത്തിന് വില കൂട്ടാനുള്ള ഈ നടപടിക്കെതിരെ ശക്തമായ സമര പരിപാടികൾ ആരംഭിക്കുന്നതിന് തീരുമാനിച്ചു. ഇപ്പോൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പല വിലയിലാണ് മാംസവ്യാപാരം നടത്തുന്നത്. ഇത് ജനങ്ങളെ കൊള്ളയടിക്കുന്നതിനും ഇറച്ചി വ്യാപാരികൾക്ക് തോന്നുംപടി വില വർദ്ധിപ്പിക്കുന്നതിനും ഉള്ള അവസരമായി ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ മാടുകൾക്ക് യാതൊരു വിലയും വർദ്ധിപ്പിക്കാത്ത സാഹചര്യത്തിലാണ് ഇറച്ചി വില അന്യായമായി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇറച്ചി വില കുറയ്ക്കാത്ത പക്ഷം പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുവാൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ തീരുമാനിച്ചിട്ടുണ്ട്. വിശേഷ ദിവസങ്ങളിൽ വില വർദ്ധിപ്പിക്കുന്ന ഇറച്ചി വ്യാപാരികൾ സാധാരണക്കാരോട് കടുത്ത അനീതിയാണ് കാണിക്കുന്നത്. ഇപ്പോൾ മാടുകൾക്ക് യാതൊരു വിലയും വർദ്ധിപ്പിക്കാത്ത സാഹചര്യത്തിലാണ് ഇറച്ചി വില അന്യായമായി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇറച്ചി വില കുറയ്ക്കാത്ത പക്ഷം പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുവാൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ തീരുമാനിച്ചിട്ടുണ്ട്. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് ജോസഫ്, കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TN ബിജു, ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി KA, വൈസ് പ്രസിഡന്റ് റെജി ഇലിപ്പുലിക്കാട്ട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924 പുളിമൂട്ടിൽ സിൽക്സ്. ഇതിനുള്ള അവകാശം മോൾക്ക് മാത്രമാണ്. ഇതെന്താ കുഞ്ഞേ സംഭവം? ജോർജേട്ടാ, കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു. ഒരു കമ്മൽ കൊടുക്കാനുണ്ടായിരുന്നു. ഇതെന്റെ അപ്പ വാങ്ങി തന്നതാ. മോളുടെ അപ്പയമ്മ എന്തിയേ? കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ? അത് മതി ഈ അച്ചായന്. കുഞ്ഞിന് നന്മയെ വരൂ. സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചയൻസ് ഗോൾഡ്. കാൽ നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ.
ആഘോഷങ്ങൾ ഏതുമാവട്ടെ എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ, സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം. ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. റോയൽ ലോക്ക് ഫർണിച്ചർ ബ്രാൻഡ് ഇപ്പോൾ തൊടുപുഴയിലും. അത്യാകർഷകമായ അമേരിക്കൻ, ഇറ്റാലിയൻ, മലേഷ്യൻ ഡിസൈൻ സോഫകൾ, റിക്ലൈനർ സോഫകൾ, മാർബിൾ ഡൈനിങ് ടേബിളുകൾ, ബെഡുകൾ, ഓഫീസ് ടേബിളുകൾ എല്ലാം ഇപ്പോൾ തൊടുപുഴ കോലാനിയിലുള്ള റോയൽ ലോക്കിൽ ലഭ്യമാണ്. ആരും കൊതിക്കുന്ന ഹോം ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങാൻ ഇനി മഹാനഗരങ്ങളിൽ പോകേണ്ട. EMI സൗകര്യവും ആർക്കും അഫോർഡ് ചെയ്യാവുന്ന ആകർഷകമായ വിലയും. നിങ്ങളുടെ ഭവനം മനോഹരമാക്കാൻ ഉടൻ സന്ദർശിക്കൂ റോയൽ ലോക്ക് കോലാനി തൊടുപുഴ. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. Celebrating 100 years of പുളിമൂട്ടിൽ സിൽക്സ്. വിലക്കുറവിന്റെ പൂരം, അതും നമ്മുടെ തൊടുപുഴയിലും. ഒലിവ് പൂരം 2026. ഈ ഓഫറിൽ വരുന്ന ആദ്യത്തെ ഐറ്റം വെറും 13,900 രൂപയ്ക്ക് ക്യൂൻ സൈസ് കോട്ടൺ മാട്രസ്. മഹാഗണി വുഡില് മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിളും 6 ചെയറും 24,900. 5x3 സൈസിൽ വരുന്ന മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിളും 11,900. ഈ കാണുന്ന 3 ഡോർ ബെഡ്റൂം പാക്കേജ് 26,900. ഈ കാണുന്ന പ്രീമിയം ലാമിനേറ്റഡ് ബെഡ്റൂം പാക്കേജ് 35,900. വെറും 16,900 ഈ കാണുന്ന 6 സീറ്റർ കോർണർ സോഫ. 1 ലക്ഷം രൂപ വില വരുന്ന ഈ പ്രീമിയം സോഫയൊക്കെ വെറും 47,000 രൂപ. ഈ കാണുന്ന പ്രീമിയം പോക്കറ്റ് സ്പ്രിംഗ് സോഫ വെറും 35,500. 85,000 റേഞ്ചിൽ വരുന്ന ഈ കോർണർ സോഫയ്ക്ക് വെറും 35,000. ഈ കാണുന്ന 3+1 സോഫാസിന് വെറും 29,900. ഈ ഓഫർ എല്ലാം ഒലിവ് ഫർണിച്ചറിന്റെ എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ്. ഓഫർ ആരും മിസ്സാക്കണ്ട. തൊടുപുഴയുള്ള നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് മൂവാറ്റുപുഴ തൊടുപുഴ റൂട്ടിൽ മൈത്രി മോട്ടോഴ്സിന് എതിർവശം ഒലിവ് ഫർണിച്ചർ. വാർത്തകൾ തുടരുന്നു. ദളപതി വിജയ് മക്കൾ ഇയക്കം യൂത്ത് വിംഗ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദളപതി വിജയിയുടെ 52ാം ജന്മദിനം ആഘോഷിച്ചു. കുയിലിമല ആശ്രയ ഭവനിലെ അന്തേവാസികളോടൊപ്പം നടത്തിയ സമ്മേളനം വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ദളപതി വിജയ് ഫാൻസ് അസോസിയേഷൻ യൂത്ത് വിംഗ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ CM ദളപതി വിജയുടെ 52ാമത് ജന്മദിനം പൈനാവ് ആശ്രയ ഭവനിലെ അന്തേവാസികളോടൊപ്പമാണ് മധുരം നൽകിയും ഭക്ഷണം വിളമ്പിയും ആഘോഷിച്ചത്. കുയിലിമല ഗിറാണി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. പ്രശ്നങ്ങളിൽ, സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടുകയും അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. യാതൊരു ഫലയില്ലാതെ അവരോടൊപ്പം തന്നെ ടീച്ചറോടൊപ്പം തന്നെ നിരവധി ആളുകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. അവരുടെയൊക്കെ ശ്രമം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തെ ഒരുമിച്ച് എല്ലാവർക്കും തുല്യമായ പരിഗണനയും നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള അവരുടേതായ ശ്രമങ്ങൾ നടത്തുക എന്നുള്ള നിലയിലേക്കാണ് അവർ ഈ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ആ കുട്ടികൾക്കാണ് വിജയ് ഫാൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ, ബാഗും ബുക്കുകളും പേനയും നമ്മുടെ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നടനായിരുന്ന തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ശ്രീ ജോസഫ് വിജയ്ക്ക് അവരുടെ ഈ ഭാരവാഹികൾ ഒരുക്കിയിരിക്കുന്ന ഈ സമ്മേളനത്തിൽ വെച്ച് നമ്മുടേതായിട്ടുള്ള ജന്മദിന ആശംസകൾ നേരുന്നു. 52 വയസ്സ് ആയ സമയത്ത് തന്നെ അദ്ദേഹം വളരെ അപ്രസിദ്ധമായി ഒരു സ്റ്റേറ്റിൻ്റെ, അത് വലിയൊരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കും. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും മാതൃകാപരമായി ഈ നാടിനും സമൂഹത്തിനും ഇന്ത്യക്കാകെ തന്നെ മാതൃകയായി. കഴിഞ്ഞ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പൈനാവ് കേന്ദ്രീയ വിദ്യാലയത്തിലെ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു. ആശ്രയ ഭവനിലെ കുട്ടികൾക്ക് നോട്ട്ബുക്ക് ഉൾപ്പെടെയുള്ള പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. വിജയ് മക്കൾ ഇയക്കം യൂത്ത് വിംഗ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് വിഷ്ണു KU അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ജില്ലാ വിമൻസ് കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ റോസക്കുട്ടി എബ്രഹാം, ട്രഷറർ ഷാൻഡി ബാബു, വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം ടിൻഡു സുഭാഷ്, ആശ്രയ ഭവൻ സൂപ്രണ്ട് സിന്ധു, കൗൺസിലർ അനീറ്റ, വിജയ് ഫാൻസ് അസോസിയേഷൻ അംഗം ജിനു തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ ഇടുക്കി. തമിഴ്നാട്ടിലെ ഭരണകക്ഷി പാർട്ടിയായ TVKയുടെ കേരള ഘടകം ഇടുക്കി ജില്ലാ കമ്മിറ്റി തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുടെ ജന്മദിനം ആഘോഷിച്ചു.
TVK ഇടുക്കി ജില്ലാ സെക്രട്ടറി K. ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ലഡു വിതരണം നടത്തി. തുടർന്ന് DMKയിൽ നിന്നും നിരവധി നേതാക്കൾ രാജിവെച്ച് TVKയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായി നേതാക്കൾ പറഞ്ഞു. പുതുതായി പാർട്ടിയിലെത്തിയവരെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. കുമ്മളി തേക്കടി റെസിഡൻസിയിൽ ചേർന്ന യോഗത്തിൽ നേതാക്കളായ മുരളിദാസ്, മുഹമ്മദ് ആസിഫ്, കുഞ്ഞുമോൻ, കുഞ്ഞുമുന്നിയ, പ്രിയ ആൽബിൻ, വിജയൻ, അജിത് തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി ജില്ലയിൽ TVK പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ യോഗം തീരുമാനിച്ചു. പാർട്ടി അധ്യക്ഷനുമായ ശ്രീ ജോസഫ് വിജയ് അവർക്ക് കേരള ഘടകത്തിന്റെ എല്ലാവിധ ജന്മദിനാശംസകളും. മേൽഘടകത്തിലെ ഈ സംഭവങ്ങളൊന്നും അറിയില്ല, തമിഴ്നാട്ടിലൊന്നും അറിയത്തില്ല. കാരണം നമ്മൾ ഇവിടെ നിന്നുള്ള പ്രവർത്തന സംഭവങ്ങളൊന്നും മേൽഘടകത്തിൽ അറിയിക്കുന്നില്ല. അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു പ്രവർത്തന ശൈലിക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിലുള്ള ഇൻചാർജ് ഉള്ള നിലവിലുണ്ടായിരുന്ന ആൾ ഞങ്ങൾക്ക് അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അത് കാരണം കൊണ്ടാണ് TVKയിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം, ഒരു വഴി ഒരുക്കിയത്. പല പ്രസ്ഥാനത്തിൽ നിന്ന ആൾക്കാരാണ് ഇതിൻ്റെ അകത്ത്, എല്ലാം നല്ല പ്രവർത്തന ശൈലിയുള്ള ആൾക്കാരാണ്. അവരാണ് നമ്മൾ ഈ പ്രസ്ഥാനത്തിനോട് കൂറ് പുലർത്തിക്കൊണ്ട് ഇതിലേക്ക് ഇപ്പോൾ ഇന്ന് ചേർന്നിരിക്കുന്നത്. ഇപ്പം ഇന്ന് പിറന്നാൾ അനുബന്ധിച്ച് ഈരാറ്റുപേട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാഷണൽ സർവീസ് സ്കീം, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്, സൗഹൃദ ക്ലബ്ബ് എന്നിവയുടെ നേതൃത്വത്തിൽ യോഗാ ദിനം ആചരിച്ചു. അധ്യാപകരായ സുനിത മോൾ KB, രതി R എന്നിവർ യോഗാ പരിശീലനം നടത്തി. PTA പ്രസിഡന്റ് മുജീബ് മടത്തിപ്പറമ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു. PTA വൈസ് പ്രസിഡന്റ് അനസ് പാറയിൽ, പ്രിൻസിപ്പൽ ഷീജ S എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സീനിയർ അസിസ്റ്റന്റ് ഷീജ MS, സ്റ്റാഫ് സെക്രട്ടറി അനീഷ് V, നാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം കോർഡിനേറ്റർ സിന്ധു PG, സ്കൗട്ട് ആൻഡ് ഗൈഡ് കോർഡിനേറ്റർ കൃഷ്ണമണി N, രതീഷ് VR, ഹരിതസഭ കോർഡിനേറ്റർ സ്മിത ദാസ്, സൗഹൃദ ക്ലബ് കോർഡിനേറ്റർ സൂര്യ S, കരിയർ ക്ലബ് കോർഡിനേറ്റർ മനോജ് T. ബെഞ്ചമിൻ എന്നിവർ നേതൃത്വം നൽകി. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. BJP വണ്ണപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീവിദ്യ രാജേഷ് നിർവഹിച്ചു. BJP പഞ്ചായത്ത് പ്രസിഡന്റ് VR സതീശൻ, ജനറൽ സെക്രട്ടറി അനുരാജ് രാജൻ, BJP ഇടുക്കി ജില്ലാ സെക്രട്ടറി പ്രസാദ് വണ്ണപ്പുറം, വിജയകുമാർ, ഷിൻമോൻ, SC മോർച്ച ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സജീവൻ, സംസ്ഥാന കൗൺസിൽ അംഗം സുരേഷ് തട്ടുപുര, OBC മോർച്ച ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് ബാബു പള്ളിപ്പറമ്പിൽ, കർഷക മോർച്ച ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി റിജി, BJP ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം ബെജി, മഹിളാ മോർച്ച ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് മിനി മുരളി, BJP തൊടുപുഴ മണ്ഡലം ജനറൽ സെക്രട്ടറി സന്തോഷ്, മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് ദീപ ദിനേശൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുതലക്കോടം പഴുക്കാകുളം നന്മ സ്വാശ്രയ സംഘത്തിന്റെ ഉദ്ഘാടനം നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് നിർവഹിച്ചു. സംഘപരിവാർ ആവിഷ്കരിച്ച വിദ്യാഭ്യാസ നയം PM ശ്രീ പദ്ധതി നടപ്പിലാക്കുവാനാണ് UDF സർക്കാർ ശ്രമിക്കുന്നതെന്ന് CPI ജില്ലാ സെക്രട്ടറി K. സലിംകുമാർ. നന്മ സ്വാശ്രയ സംഘത്തിന്റെ ഉദ്ഘാടനത്തിനെത്തിയ നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് രാഷ്ട്രീയ തർക്കങ്ങളിൽപ്പെട്ട് കിടക്കുന്ന പഴുക്കാകുളം വെൽനസ് സെന്റർ സന്ദർശിച്ചു. വണ്ടിപ്പെരിയാർ പരുന്തുംപാറ റൂട്ടിൽ ആനകുത്തി വളവിന് സമീപത്തെ തേയിലക്കാട്ടിൽ കാട്ടാനകൾ എത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.